നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 4 കമ്പനികളിൽ ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രമുഖ IT കമ്പനിയിലേക്ക്, ഒരു US IT കമ്പനിയിലേക്കുള്ള ഫ്രഷർ റിക്രൂട്ട്മെന്റ്. അതല്ലെങ്കിൽ ISROയിൽ ഫ്രഷേഴ്സിന് ഏതാണ്ട് 81,000 രൂപ സ്റ്റാർട്ടിംഗ് ശമ്പളത്തിൽ ജോലിയിലേക്ക് എത്താവുന്ന അവസരങ്ങൾ. കൊച്ചി മെട്രോയിലെ അവസരങ്ങൾ. എന്തിന് ദുബായ് പോർട്സ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലിലെ അവസരങ്ങൾ വരെ എല്ലാം ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കൂടുതൽ അവസരങ്ങളും BTechകാർക്ക് അപ്ലൈ ചെയ്യാവുന്ന അവസരങ്ങളാണ്. എന്നാൽ MCAക്കാർക്കും ഡിപ്ലോമക്കാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി സെലക്ട് ചെയ്യാം. എന്താ ഇവിടെ വന്നിട്ട് ഞാൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എടുത്തിട്ട് സബ്മിറ്റ് അടിച്ചാൽ ആ മേഖലയിലെ അവസരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതല്ല, ഹോം പേജിൽ വരുവാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് ഒക്കെ അറിയാനായിട്ട് പറ്റും. കൂടുതൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിലവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച അവസരം എന്ന നിലയിൽ ഞാൻ മുൻപും ഈ ചാനലിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു അവസരം ഒന്ന് സൂചിപ്പിക്കട്ടെ. ആ അവസരം വിശദമാക്കുന്ന ഒരു വെബിനാർ ഈ വരുന്ന മാർച്ച് 23 ശനിയാഴ്ച സൂം പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാനും ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒഫീഷ്യൽസും ഈ വെബിനാറിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ഓർക്കുക, നിങ്ങൾക്ക് അമേരിക്കയിൽ, UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ പഠിക്കുവാൻ അവസരങ്ങളുണ്ട്. ഇവിടെ കാണാനായിട്ട് സാധിക്കും. വെറും 6.5 ലക്ഷം രൂപ ഇനീഷ്യൽ പേയ്മെന്റിൽ അമേരിക്കയിൽ മാസ്റ്റേഴ്സ് പഠനം ആരംഭിക്കുവാനായിട്ട് കഴിയും. മാർക്സ് ഒരു 65% എങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് PG പഠിക്കാൻ അവസരങ്ങളുണ്ട്. എന്ന് മാത്രമല്ല IELTS ഒക്കെ 6 ബാൻഡ് മതിയാകും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി, വിസയും കിട്ടിയതിന് ശേഷം മാത്രം ഈ ഇനീഷ്യൽ ഫീസ് അടച്ചാൽ മതിയാകും. പഠനശേഷം ഇതൊരു STEM ഡെസിഗ്നേറ്റഡ് പ്രോഗ്രാംസ് ഉള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ 3 ഇയർ സ്റ്റേ ബാക്ക് ലഭ്യമാകും. ഓർക്കുക, ഇത് സെന്റിനറി, ഏതാണ്ട് 100 വർഷത്തിലേക്ക് അടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുവാനുള്ള അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. GRE GMAT പോലെയുള്ള പരീക്ഷകളൊന്നും എഴുതേണ്ട കാര്യമില്ല. ക്യാമ്പസിൽ തന്നെ പാർട്ട് ടൈം ജോലി പോലെയുള്ള അവസരങ്ങൾ ലഭ്യമാണ്. അപ്പൊ എന്തുകൊണ്ടും വളരെ മികച്ച ഒരു അവസരമാണ് ഈ US-ലെ ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ മാസ്റ്റേഴ്സ് പഠനം. അല്ലെങ്കിൽ അവിടെ ബാച്ചിലേഴ്സും പഠിക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വെബിനാറാണ് 23 ശനിയാഴ്ച സൂം പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഈ സെമിനാറിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബിനാറിന്റെ ലിങ്ക് മെയിലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തനങ്ങളുള്ള ഒരു അമേരിക്കൻ കമ്പനിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. സോഫ്റ്റ്വെയർ ഇൻക്യുബേറ്റർ ഈ കമ്പനിയിലേക്ക് ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ IT കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് പരിമിതമായി ഈ സമയത്ത് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? MCA കഴിഞ്ഞവര്, അതേപോലെ BE BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രിക്കൽ, ട്രിപ്പിളി ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഓർക്കുക, കഴിഞ്ഞവർക്ക് മാത്രമല്ല, അതായത് 2022-ലും 2023-ലും ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, ഇപ്പോൾ 2024-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. മാർക്ക് പെർസെൻറ്റേജ് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല, എന്നാൽ അരിയർ കാണല്, ബാക്ക്ലോഗ്സ് കാണല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നവര് ഞാൻ മുമ്പ് സൂചിപ്പിച്ച jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഈ സോഫ്റ്റ്വെയർ ഇൻക്യുബേറ്റർ എന്ന് സെർച്ച് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ ISROയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് ആൻഡ് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്. ഈ 2 തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ റിസർച്ച് ലാബറട്ടറി PRL, ഇത് എ പ്രീമിയം സയന്റിഫിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ആൻ ഓട്ടോണമസ് യൂണിറ്റ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് നമ്മുടെ ISROയുടെ കീഴിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ഫിസിക്കൽ റിസർച്ച് ലാബറട്ടറിയാണ്. ഇവിടേക്കാണ് 2 തസ്തികകളിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ കാണാൻ സാധിക്കും. അസിസ്റ്റന്റ് എന്ന തസ്തികയിലെ 10 ഒഴിവുകളാണുള്ളത്. രണ്ടാമത്തെ തസ്തിക ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. ഇവിടെ 6 ഒഴിവുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്.
ഓർക്കുക ഇതിന്റെ ശമ്പളം തന്നെ ഇവർ സൂചിപ്പിച്ചിട്ടുണ്ട്. മികച്ച ശമ്പളം പ്രതീക്ഷിക്കാം. അസിസ്റ്റന്റ് എന്ന തസ്തികയിലും ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കും 25,500 മുതൽ 81,100 വരെ പേ സ്കെയിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ടോട്ടല് 16 ഒഴിവുകളാണ്. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്സ് ഓർ CGPA 6.32. 60% മാർക്കോ CGPA 6.32 ഉള്ള ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. കമ്പ്യൂട്ടറിൽസിൽ ഒരു പ്രൊഫഷൻസി കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റിട്ടൺ ടെസ്റ്റിന്റെയും സ്കിൽ ടെസ്റ്റിന്റെയും കമ്പ്യൂട്ടർ ലിറ്ററസി പരിശോധിക്കുന്ന ടെസ്റ്റിന്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. അതേപോലെ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് ഇവിടെയും ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്സ് അല്ലെ CGPA 6.32 ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതോടൊപ്പം പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടേഴ്സ് വേണം. ഒരു കാര്യം കൂടി വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം സ്പീഡ് ഓഫ് 60 വേർഡ് പെർ മിനിറ്റ്. ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫി, ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ 60 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കൂടെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഓർക്കുക ഡിഗ്രി പ്ലസ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി പ്ലസ് ടൈപ്പിംഗ് സ്പീഡ്. ഇനി അതല്ല ഡിഗ്രി ഇല്ലെങ്കിൽ പോലും ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ സെക്രട്ടറിയൽ പ്രാക്ടീസ് വിത്ത് മിനിമം 60% മാർക്ക് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഈ സ്റ്റെനോ ടൈപ്പിസ്റ്റായിട്ടോ സ്റ്റെനോഗ്രാഫറായിട്ട് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും സെലക്ഷന് റിട്ടൺ ടെസ്റ്റിന്റെയും പിന്നെ സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ആൻഡ് സ്റ്റെനോഗ്രഫിയുടെയും സ്കിൽ ടെസ്റ്റിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഓർക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ലിങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ടു അപ്ലൈയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ ഈ സൈറ്റിൽ നൽകുന്നത് ഞങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 18നും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 31/3 അതായത് മാർച്ച് 31, 2024 ബേസ് ചെയ്തിട്ടായിരിക്കും. എന്നാൽ ഈ SC ST-കാർക്കും അങ്ങനെയുള്ള എലിജിബിൾ കാറ്റഗറിക്കും ചില റിലാക്സേഷൻ ഏജിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. പേ ആൻഡ് അലവൻസ് ഒക്കെ ഞാൻ മുൻപേ സൂചിപ്പിച്ചിരുന്നു. അവർക്ക് ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, റീഫണ്ടബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 100 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീ. ആക്ച്വലി ഇനീഷ്യലി നിങ്ങൾ 500 രൂപ ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിന് ഇവരുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ 500-ൽ 400 രൂപ അവർ റീഫണ്ട് ചെയ്യും. അപ്പൊ ഇൻ ഇഫക്റ്റ് 100 രൂപ ആപ്ലിക്കേഷൻ ഫീ നമുക്ക് ചിലവാകും. ഇനിയും ഈ വുമണ് SC ST-കാർക്ക് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എക്സ് സർവീസ്മാൻ ഒക്കെ ഇത് ഫുള്ള് റീഫണ്ട് ചെയ്യും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ നിങ്ങൾ ഇവരുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് റീഫണ്ട് ചെയ്യത്തില്ല എന്ന് അറിയിക്കുന്നുണ്ട്. അതായത് ഈ അപ്ലൈ ചെയ്തിട്ട് മുങ്ങുന്നവർക്ക് ഒരു പാര കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്നത്. ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ ഇത് റിട്ടേൺ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ 31/3/2024 വരെ, മാർച്ച് അവസാനം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പൊ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിന്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് കേരളയും ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, ബോട്ട് ചെന്നൈയും കൂടി സംയുക്തമായിട്ട് ഒരുക്കുന്ന 2 അവസരങ്ങളൊന്ന് പരിശോധിക്കാം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിലും ദുബായ് പോർട്സ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ കൊച്ചിയിലേക്കുമാണ് ഈ അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഈ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കൊച്ചി മെട്രോ ലിമിറ്റഡിൽ വിവിധ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, BCom-കാർക്ക് ഒക്കെ അവസരങ്ങളുണ്ട്. എഞ്ചിനീയറിംഗിൽ BArch-ൽ 2 ഒഴിവുകളുണ്ട്. BTech സിവിൽ 6 ഒഴിവുകൾ, കമ്പ്യൂട്ടർ സയൻസിൽ 2 ഒഴിവുകൾ, അതായത് BTech ഇലക്ട്രിക്കൽ 2 ഒഴിവുകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 1 ഒഴിവ്, ഇലക്ട്രോണിക്സ്, ഫയർ ആൻഡ് സേഫ്റ്റി, IT ഈ മേഖലകളിലെ BTech കഴിഞ്ഞവർക്ക് ഓരോ ഒഴിവുകളും, BTech മെക്കാനിക്കൽ 2 ഒഴിവുകളുമാണുള്ളത്. BTech സേഫ്റ്റിയിൽ 3 ഒഴിവുകൾ ലഭ്യമാണ്. BCom-കാർക്ക് 1 ഒഴിവാണുള്ളത്. BBA BCom-കാർക്ക് 4 ഒഴിവുകൾ വേറെയുമുണ്ട്. ഡിപ്ലോമ അത് ആർക്കിടെക്ചർ കഴിഞ്ഞവർക്ക് 2 ഒഴിവും, ഓട്ടോമൊബൈൽ കഴിഞ്ഞവർക്ക് 1 ഒഴിവും. ഡിപ്ലോമ സിവിലുകാർക്ക് 16 ഒഴിവുണ്ട്. ഡിപ്ലോമ ഇലക്ട്രോണിക്സിൽ 4 ഒഴിവും, ഡിപ്ലോമ IT-ൽ 1 ഒഴിവുമാണുള്ളത്. അതുകൂടാതെ ദുബായ് പോർട്സ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ കൊച്ചിയിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 4-2 6 ഒഴിവുകളുണ്ട്. അതിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ കഴിഞ്ഞവർക്ക് 4 ഒഴിവുകളാണ്. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമായിരിക്കും. ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞവർക്ക് 2 ഒഴിവുകളുണ്ട്. അതും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഒഴിവുകളായിരിക്കും. അപ്പോൾ ഈ ദുബായ് പോർട്സ് ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള 6 ഒഴിവുകളും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. ബാക്കി ഒഴിവുകളെല്ലാം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിലായിരിക്കും. അപ്പോൾ ഈ ഒഴിവുകളിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ, ഒരു റിക്രൂട്ട്മെന്റ് ഈ വെള്ളിയാഴ്ച അതായത് 15-ാം തീയതി നടക്കുന്നുണ്ട്. കൊച്ചിയിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് കളമശ്ശേരിയിൽ വെച്ചിട്ടാണ് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്.
8 മണിക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. എന്നാൽ അതിന് മുമ്പായിട്ട് ഈ SDCയുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനലുമായിട്ട് ഈ വെള്ളിയാഴ്ച വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ വിവരങ്ങൾ അതായത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ലിങ്കിൽ പോയി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.